അങ്ങനെ നമ്മൾ മെയിൻ പോയിന്റിലേക്ക് എത്താൻ പോവാണ്. മോസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നേരെയാണ് നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഗസ്റ്റ് ഹൗസും ബാറൊക്കെ വിട്ടത്. ഇങ്ങനെയാണ്, നല്ല രസമുണ്ട്. സാന്റാക്ലോസ് ഉണ്ട് ഗിഫ്റ്റുമായിട്ട്. ഫോട്ടോ കളിക്കൂല. ഓ സതേൺ മോസ്റ്റ് പോയിന്റ് നമ്മളെത്തി. അങ്ങനെ അമേരിക്കയുടെ എൻഡ് പോയിന്റാണിത്. സതേൺ മോസ്റ്റ് പോയിന്റാണ്. 90 മൈൽസ് ടു ക്യൂബ എന്നാണ് എഴുതിക്കണല്ലേ. ഉണ്ടോ ഇവിടെ കണ്ടോ? കോണ്ടിനെന്റൽ USA, കീ വെസ്റ്റ് ഫ്ലോറിഡ, ഹോം ഓഫ് ദി സൺസെറ്റ്, സതേൺ മോസ്റ്റ് പോയിന്റ്. ഇതാണ് മെയിൻ പോയിന്റ് കേട്ടോ. ആൾക്കാർ വന്ന് ഇങ്ങനെ ക്യൂ ഉണ്ട് കേട്ടോ ഇവിടെ ഫോട്ടോ എടുക്കാൻ. അത് മതി. അതെ, അവര് മാറുമ്പോ എടുത്തെടുക്കാം. ഇതാണ് സതേൺ മോസ്റ്റ് പോയിന്റിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങൾ. ഈ ബാക്ക് ഇങ്ങനെയാണ്, ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഫ്രണ്ട് സൈഡിൽ നിന്നാണ് ആൾക്കാർ വന്നിട്ട് ഫോട്ടോ എടുക്കാൻ ക്യൂ നിൽക്കണേ. ബാക്ക് സൈഡ് ഇതേ. നമ്മൾ അമേരിക്കയുടെ ഒരറ്റത്ത് സൗത്ത് എൻഡെത്തി. നേരെ കടലാണ് എൻഡ്. ഒന്നും കാണാല. മുല്ലേ വാ. എൻഡായി. ഇതാണ് നമ്മുടെ എൻഡ്. ഇവിടെയൊക്കെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഭാഗത്ത് നിറയെ റിസോർട്ടുകളാണ് ആ സൈഡിലൊക്കെ. നമ്മളിങ്ങനെ നടന്ന് ഇതിൻ്റെ അറ്റത്തേക്ക് പോവാണ്. ഇവിടെ ആൾക്കാർ കുളിക്കാറൊക്കെ ഉണ്ട്. ഇവിടേക്ക് ബീച്ച് പോലെ ആൾക്കാർക്ക് ഇന്നലെ നമ്മൾ പോയില്ലേ, ബീച്ച് പോലെയുള്ള ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇവിടെ കുറേ പേര്. നമുക്കിൻ്റെ എൻഡ് വരെ പോയി വരാം, അറ്റത്തേക്ക് എത്താം. അങ്ങനെ നമ്മൾ അമേരിക്കയുടെ ഒരു എൻഡെത്തി. ഇങ്ങനെ ലാസ്റ്റ് പോയിൻ്റായി ഇതേ ഇവിടെ എത്തി. ഇതിൻ്റെ അപ്പുറം കടലാണ് കണ്ടേ. അതിന് എൻഡായി, ഫുൾ എൻഡായി. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം നമ്മൾ വന്നൂല ഇത്ര ദൂരം ഓടിച്ചിട്ട് നമ്മൾ അമേരിക്കയുടെ ഒരു എൻഡിലെത്തിയില്ല. അതായത് സൗത്ത് മോസ്റ്റ് എൻഡാണത്. അങ്ങനെ അമൂല്യ അമ്മി നടക്കേണ്ട മുമ്പിൽ അമൂല്യേ പോയിന്റ് എത്തില്ലേ ലാസ്റ്റ്. അങ്ങനെ നമ്മൾ നേരെ വെള്ളം കഴിഞ്ഞു അമേരിക്ക അല്ലേ. അമേരിക്ക ഉണ്ടായിട്ടാമല്ലേ ആമി അവിടെ നിൽക്കുന്നുണ്ട് എൻഡില്. നമുക്കില്ലെന്നോ ഈ എൻഡ് നമ്മൾ നേരെ നടക്കുകയാണ് തിരിച്ച്. അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. കുറേ പേരുണ്ട് അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവരെന്നെ ഉണ്ടാക്കിയ ലൈനാട്ടാ. ഇവിടെ കുറേ കിളികളിങ്ങനെ രസമായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാ? നമ്മൾ അറ്റത്തില്ല അടിയിലേ. നമ്മളിപ്പോൾ ഇവിടെയാണ്. ഇവിടെ നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇവിടെ ഗൾഫ് ഓഫ് അമേരിക്ക. പിന്നെ ക്യൂബയിലേക്ക് എത്ര ഉള്ളേ? 60 മൈൽ അങ്ങനെ എന്താണ്? 60 മൈലാണ് ക്യൂബയ്ക്കുള്ളത്. നമ്മള് ഏറ്റവും അറ്റത്താട്ടോ. ഇവിടെയാണ് ഇപ്പൊ ശരിക്കും ഇങ്ങനെ നോക്കുമ്പോ കടലിന്റെ ഇടയിലാ തോന്നും. ഓ അതെ അതെ. ഇത് യു പാർക്ക് ഹിയർ. ഓക്കെ, നമ്മളങ്ങനെ അമേരിക്കയുടെ എൻഡെത്തി. ഓ അടിപൊളി. അതല്ലേ, ഇത് നേരെ അങ്ങോട്ട് എടുത്താൽ അങ്ങോട്ട് എത്തൂലേ? അവിടേക്ക് ലെഫ്റ്റ് അടിച്ചാൽ മതി തോന്നുന്നു. ക്യൂബ അമേരിക്കക്ക് വരാൻ വേണ്ടി ഭയങ്കര പാടാണ്. ആണല്ലേ? ഭയങ്കര ഡ്രഗ് മാഫിയാണ്. ഓ ഓക്കെ. കപ്പലെപ്പോഴും ചെക്ക് ചെയ്യും. കപ്പലിന്റെ അടിയിലൊക്കെ വന്ന് ചെക്ക് ചെയ്യും. അവര് വന്നിട്ട് സാധനം വന്നിട്ട് ഒട്ടിച്ചു വെക്കുക. ഓ ശരി ശരി, മനസ്സിലായി. ഓ ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ.
എയർപോർട്ടുണ്ട്, ഫ്ലൈറ്റ് അവിടെ ഇങ്ങനെ ഇറങ്ങണ കാണാം. ഇവര് മണ്ണെടുക്കാൻ പോണ്, കുറച്ച് മണ്ണ് എൻഡ് പോയിന്റിൽ നിന്ന് മണ്ണെടുക്കാണ് ഇവര്. അങ്ങനെ അമേരിക്കയുടെ ഒരു എൻഡ് പോയിന്റിൽ നിന്നുള്ള അവിടുത്തെ മണ്ണായിക്കോട്ടെ എന്ന് വെച്ചിട്ട് റോഷേട്ടൻ മണ്ണെടുക്കാണ്. റോഷേട്ടൻ മണ്ണെടുത്ത് തന്നായി. അത് അടയ്ക്കാണ്ട് അടപ്പ്. സദേൺ മോസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ നടക്കുകയാണ്. ബൈ ബൈ. നല്ല ക്യൂ ആയിട്ട് അവിടെ ഫോട്ടോ എടുക്കാനുള്ള ക്യൂ അത്. ഞാൻ ഇടയിൽ കൂടെ എടുക്കും, എന്നിട്ട് ഞാൻ നമ്മുടെ ആപ്പിളിൽ റൈസ് ചെയ്യണവരൊക്കെ റൈസ് ചെയ്ത് ഞാനവിടെ നിന്ന പോലെ ഇല്ലേ, ഇത്ര ആളും ആണ് എൻ്റെ പരിപാടി. ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അടുത്ത കുറേ ആൾക്കാരെ ഞാൻ മാച്ച് കളയും. വാ നമ്മൾ എന്തെങ്കിലും വിശക്കുണ്ട് കുറേശ്ശെ. വിശപ്പുള്ളതുകൊണ്ട് വെള്ളം കഴിച്ചാലെന്ന് ആലോചിക്കുക. നല്ല വിശപ്പ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. അമേരിക്കയുടെ എൻഡ് പോയിന്റിൽ കാണാൻ വേണ്ടി എത്ര ആൾക്കാരാ. കാരണം ഇവിടെ ഒരു കഫേ കാണുന്നുണ്ട്. ഇവിടുന്ന് കുറേ വണ്ടികൾ, പെടവണ്ടികളായിട്ട് കുറേ. ഇവിടെ ഉണ്ടല്ലോ ഒരു പോയിന്റ്. ഇതിവിടെ എടുത്തിട്ട് ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു അല്ലേ. പോയിന്റ് ബാറ. വാ കടയിൽ പോയിരുന്നു ഭക്ഷണം എന്തെങ്കിലും കഴിക്കാം. ഡ്രിങ്ക്സ്, അപ്പുറത്ത് ഫുഡ്. ഓക്കെ, ഇവിടുന്ന് ഫുഡ് വാങ്ങിയിട്ട് ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കാം അല്ലേ. ഇതിലാണ് ട്രക്കിലാണ് ഫുഡ് അല്ലേ. അവിടെ മറ്റേ മദ്യം എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. എന്താ വേണ്ടേ? ബർഗറിന് അടിക്കുന്ന നമ്മളിവിടെ സൈഡിൽ ഇരുന്നു കേട്ടോ. ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ ട്രക്കില്. നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് നമ്മുടെ ഫുഡ് വന്നു. ആമിത ഓ, ഇതാണ് എനിക്ക് കിട്ടിയത് അല്ലേ. ഇത് നിങ്ങളുടെ അല്ലേ. ഓക്കെ, നൈസ്. നമ്മൾ ഭക്ഷണം കഴിച്ച അവിടെ ഇറങ്ങി. ഇനി നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. 5:30 വരെയുള്ള അവിടെ പാർക്കിങ്. വീട് അടിപൊളിയുണ്ട്. വീടാണ്, നല്ല വീടാണ്. അത് ഈ പോയിന്റ് കീ വെസ്റ്റിന് പോയിന്റ് എടുത്തോ. 0 മൈൽസ് അതല്ല, ഇതാണ് വാങ്ങിയ കീ വെസ്റ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ്, ഹോളിവുഡ്, മയാമി എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഉണ്ട്. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബീച്ച് സൈഡ് കൂടെയുള്ള ഡ്രൈവിംഗ് ആണ്. സൈഡിൽ ബീച്ചാണ് മൊത്തം. അവിടെ പാരസൈലിംഗ് എല്ലാം നടക്കേണ്ടത് അറ്റത്ത്. ഇവിടെയൊക്കെ വാക്ക് പോയിട്ടുണ്ട് കേട്ടോ. ശരിയാണ്. നിർത്തിയിട്ട് അവിടെ ബീച്ച് കണ്ടപ്പോഴേ നല്ല സൂര്യാസ്തമയം കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇറങ്ങി ഇടാട്ടോ. അവിടെ കുറേ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. എയർപോർട്ടിൻ്റെ ഏരിയ ആണ്. എന്ത് അതേ കോഴി, ഇതേ മരത്തുന്ന കോഴി. നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഓ, ഇവിടെ നിന്ന് എല്ലാം അടി കാണാണ്ടല്ലോ. കറക്റ്റ് കൊള്ളാലോ. അടിപൊളി, നൈസ്. നല്ല സൂര്യാസ്തമയം കാണാം. ഓ, ഫ്ലൈറ്റ് പോകണം ഇവിടെ എയർപോർട്ട്. പ്രാമിയിൽ വീഴല്ലേട്ടാ. നേരെ എയർപോർട്ടാണ് അപ്പുറത്തേട്ടാ. സൺ പോയി. ബായ് സണ്ണേ. ഞാൻ ഇവിടുന്ന് സൺ പോയിട്ട് നാട്ടില് സണ്ണ് വരട്ടെ. ഇവിടുന്ന് സണ്ണ് പോയിട്ട് നാളത്തെ സണ്ണ് വരെ ഇല്ല.
സെറ്റ്. അടിപൊളി. നൈസ് വ്യൂ. കോഴി കോഴി കോഴി. ആമി അത് കൊത്തുട്ടോ എൻ്റെ അടുത്തേക്ക്. ആ പറന്നു വന്ന് കൊത്തും തന്നെ കോഴിയുടെ അടുത്ത് കളിച്ചാൽ. ഇവിടെ കോഴി നിറയെ കോഴികളുടെ മ്യൂസിയം. എന്തിൻ്റെ മ്യൂസിയ? VIP എക്സ്പീരിയൻസാ. 40s വലിയ അടച്ചൂലേ? 5 PM. വാ കൊത്തൽ കിട്ടിട്ട് ആമിക്ക്. ആമി ഇതൊരു കോഴിനെ ഓടിപ്പിക്കുന്നുണ്ട്. അടിപൊളി. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി സമയം 2.5 മണിക്കൂർ കാണിക്കുന്നുണ്ട് കേട്ടോ. സമയം ഏകദേശം 8:41 കേട്ടോ. നമ്മൾ മെഗ്ഡിയിൽ നിർത്തി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കിനി 24 മിനിറ്റ് കൂടി ഉണ്ട്. 1.6 മൈൽസ്. പതിനൊന്ന് 10 നമ്മൾ തിരിച്ചെത്തി. നാളെ മയാമിയിൽ നമ്മൾ തിരിച്ച് കാൻസസിക്ക് യാത്ര പോവാണ്. അപ്പോൾ നാളെ നമ്മൾ തിരിച്ചു പോകും. അപ്പം കിടന്നുറങ്ങട്ടെ. ബാക്കി പുതിയ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ഇനി പ്രത്യേകിച്ചും എവിടെയും നമ്മൾ നിർത്തുണ്ടാവില്ല. അതെന്ന് വെച്ചാൽ ഈ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം തിരിച്ച് ഡ്രൈവ് ചെയ്ത് കാൻസസിലെത്തണം. അവിടെ നല്ല മഞ്ഞാന്ന് കേട്ടു. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എവിടെയും കറങ്ങാനൊന്നും ഉണ്ടാവില്ല. ട്രാവലിംഗ് തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ. അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ 29-ാം തീയതി നമ്മൾ ഇനി തിരിച്ച് കാൻസസിക്ക് ഡ്രൈവ് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ ഇപ്പോൾ 4 നൈറ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. നമ്മൾ മയാമിയോട് ഫ്ലോറിഡോട് വിട പറയണം. ഇന്ന് ഫ്ലോറിഡ ബോർഡർ കിടക്കുമെന്ന് അറിയില്ല. നമുക്ക് അടുത്ത സ്റ്റേറ്റ് ആയിട്ടുള്ളത് ഫ്ലോറിഡയിൽ നിന്ന് നേരെ മുകളിലേക്ക് പോയി ജോർജിയാണ്. ജോർജിയയിൽ എത്തുമെന്ന് അറിയില്ല. ഇന്ന് മാക്സിമം ഒരു 6 to 7 മണിക്കൂർ ഓടിക്കാനുള്ള പരിപാടിയാണ് വണ്ടി. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുകയാണ് വണ്ടിയിലേക്ക്. കുറേ ഉണ്ട്. കുറച്ചെല്ലാം പുറത്ത് വരുത്തിരുന്നില്ല 4 ദിവസം ആയതുകൊണ്ട്. യാത്രകളിൽ ഇനി എവിടെയും നിർത്തണം എന്നുണ്ടാവില്ല. നേരെ 3-4 ദിവസം പിടിക്കുന്നു വിചാരിക്കുന്നു അവിടെ എത്താൻ. അപ്പോൾ ഓരോ ദിവസം ഓരോ ഇതേപോലെ ഹോട്ടലുകൾ എടുക്കുക, താമസിക്കുക, പിറ്റേ ദിവസം വീണ്ടും ഓടിക്കുക. അങ്ങനെ കാൻസസിലെത്താൻ. കാൻസസിൽ നല്ല മഞ്ഞാന്ന് പറയുന്നുണ്ട്. നോക്കാം. മിസോറിക്ക് എത്തുമ്പോഴേക്കും മഞ്ഞ് തുടങ്ങും. ഇവിടെ കണ്ടില്ലേ ഈ ഡ്രസ്സായിട്ടാണ്. അവിടെ എത്തുമ്പോഴേക്കും ഇവിടെ നല്ല ചൂട്. 9:10 സമയം. അപ്പോൾ അതേ നമ്മളത് ഇറങ്ങായി. അങ്ങനെ 4 നൈറ്റ് നമ്മൾ താമസിച്ച റൂമിനോട് ഇവിടെ പറയാണ്. എല്ലാം മറന്നുണ്ടോ നോക്കാൻ വേണ്ടി വീണ്ടും കയറിയതാണ്. മറന്നുണ്ടാവില്ല. തിരിച്ചു പിടിക്കാൻ വയ്ക്കേ. എൻ്റെ ഉള്ളിൽ എന്തായി പറ്റില്ല. നമ്മളെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല, ഒന്നും കാണാനില്ല. ഇവിടെ ആമിയുടെ 1 റൂം സാധനം കണ്ടു. നോക്കിയേക്കാം, കൊടുക്കാം. വേറെ നോക്കിയായി. ബൈ റൂമേ, ബൈ. പിള്ളേരെ റെഡിയില്ലേ? ബാഗുകളൊക്കെ കയറ്റാറായി. നമ്മൾ ഒരു ദിവസം അവിടെ എക്സ്പ്ലോർ ചെയ്തുള്ളൂ. അത് തുറന്നിട്ട് അവിടെ ഒരു ദിവസം ഉണ്ടായുള്ളൂ. ബാക്കി ദിവസം യാത്രയായിരുന്നു കേട്ടോ. ഇറങ്ങാറായി. വേസ്റ്റ് കുറേ ഉണ്ട് ഇവിടെ. വണ്ടി കുറെ പോവാണ്ടിട്ടൊന്ന്. ബൈ പിരിയാണ്. നമ്മള് മയാമിന്ന് ഇറങ്ങാണ്. എന്താണ് അപ്പൊ നമ്മള് സമയം ഏകദേശം ബൈ ഹൗസ് പറഞ്ഞു എല്ലാവരോടും. 9:56 ടൈം. മതി. സമയം 9:56 നമ്മൾ ഇറങ്ങണേ. ബൈ. അപ്പൊ ഗുഡ് ബൈ മയാമി. സമയം 1:16 വരെ ത്രൂ ഔട്ട് ഓടിക്കൽ തന്നെയായിരുന്നു.
മുമ്പിൽ സൈബർ ട്രക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു മെക്സിക്കൻ ഹോട്ടലിൽ കയറിയൊക്കെയാണ് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലഞ്ച് കഴിക്കാൻ. ഈ സൈബർ ട്രക്കിൻ്റെ അപ്പുറത്ത് വേറൊരു വണ്ടി, അതിൻ്റെ ടയറിൻ്റെ വലിപ്പം ഉണ്ട്. കയറി നോക്കട്ടെ. നാച്ചോസും സൽസയും ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണത്. മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൽ ഇത് മാത്രമല്ല എല്ലാവരും കൂടി ഇല്ലേ? ഹലോ, നമ്മുടെ സാധനം വന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു. നമ്മൾ ഇറങ്ങായി 2:14. ഇന്നൊരു ഇപ്പോൾ ഒരു 600 മൈലെങ്കിലും ഓടിക്കാനുള്ള പരിപാടിയാണ്. നോക്കട്ടെ തുണി നിർത്താൻ പറ്റുന്നത്. കാരണം നമുക്ക് ടോട്ടൽ ഒരു 1800 മൈലുണ്ടാവും. ഇപ്പോൾ 2 ദിവസം 600 അല്ലെങ്കിൽ 700 ഓടിച്ചാൽ 3 ദിവസം കൊണ്ട് അവിടെ എത്താൻ എളുപ്പത്തിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ 4 ദിവസം പിടിക്കും എത്താൻ. നോക്കട്ടെ. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവരൊന്നും എത്തിയിട്ടില്ല. ഫുഡ് കഴിച്ചിട്ട് അവർ ഇറങ്ങിയിട്ടില്ല. ഫുഡ് കഴിക്കൽ കഴിഞ്ഞു, ഇപ്പോൾ വരും. അതെ ഏട്ടാ, ഓടിച്ചോടിച്ച് നമ്മൾ മെൽബേണിൽ എത്തിയത് തോന്നുന്നുണ്ട്. ആണോ? നല്ല മാപ്പ് നോക്കി കുട്ടപ്പേട്ടോട് പറയാം. മെൽബൺ നമ്മളെത്തിയത്. ഇത് ഫ്ലോറിഡയിലുള്ള മെൽബൺ ആണ്. ഫ്ലോറിഡ മെൽബൺ. ഏതാ എന്താ കിട്ടില്ലേ? ഏഴ് 26 നമ്മൾ വണ്ടി നിർത്തി. നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു സാഫ്രോൺ ഇന്ത്യൻ കുസിൻ ഉണ്ട്. ഇങ്ങനത്തെ സാധനം ഫ്രീ കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ചപ്പാത്തി മുട്ടക്കറി പറയണം. നമ്മുടെ ഭക്ഷണത്തിൽ ഫുഡ് നിങ്ങളുടെ ഫുഡല്ലേ അത്? ആ, ഞാൻ റൈസ്. നമ്മുടെ മുട്ടക്കറി വന്ന് മുട്ടക്കറിയും ചപ്പാത്തിയും വന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ഇങ്ങനെ ആദ്യ ഡിസൈനിൽ തന്നെയാണല്ലേ ചപ്പാത്തി എത്തി. ഹായ്, ഗുഡ് മോർണിംഗ്. ഇത് ഇന്ന് ഡേ 30 ഡിസംബർ 30. അപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ദിവസം കഴിഞ്ഞു. സെക്കൻഡ് ഡേ ആണ്. പിന്നെ നമ്മൾ എത്തിയിരിക്കുന്നത് ജോർജിയ സ്റ്റേറ്റിലാണ്. ഇനി ഇവിടുന്ന് നേരെ നമ്മളിന്ന് മിക്കതും നമ്മൾ ടെന്നസി കിടക്കാനുള്ള പരിപാടിയാണ് ഇന്ന് മൊത്തം ഓടിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ റോഷൻ ചേട്ടനും രേഷ്മിക്ക് അറിയുന്നൊരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരെ കാണാൻ അവർ പോവും. ഉച്ച സമയത്താണ് അവർ ലഞ്ചിനാണ് ഫ്രണ്ട്സ് വിളിച്ചേക്കണേ. അപ്പോൾ അവർ ടെന്നസി ഇവിടുന്ന് ഒരു 3.5 മണിക്കൂർ ദൂരെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വണ്ടി എടുക്കും. ഏകദേശം 7:45 7:50 ആകുമ്പോഴേക്കും വണ്ടി എടുക്കണം. ഇപ്പോൾ 7:15 ഭക്ഷണം കഴിക്കാൻ പോവാണ് ഹോട്ടലിൽ. ഇന്നലെ നല്ല ഉറക്കം ഉറങ്ങി. ഇതേ ഇപ്പം എഴുന്നേറ്റു. ഇനിയിത് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടി ഓടിക്കുക. പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. വണ്ടി ഓടിച്ച് ഇങ്ങനെ തിരിച്ചെത്തുക അത്ര തന്നെ. ഇന്നും ഏകദേശം ഒരു 8 to 700 മൈൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിച്ചാൽ നാളെ രാത്രിയോടുകൂടി നമ്മൾ കാൻസസിലെത്തും, നമ്മുടെ വീട്ടിലെത്തും. അതാണ് പ്ലാൻ. അറിയില്ല, അവിടെ നല്ല മഞ്ഞാണ്. റോഡൊക്കെ ഇത്തിരി സേഫ് അല്ല. കാരണം ഈ ബ്ലാക്ക് ഐസൊക്കെ നല്ല ഡേഞ്ചറാണ്. വണ്ടി ഓടിച്ച് പോകുമ്പോൾ വണ്ടി സ്കിഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കാം. ഇന്നും ചൊവ്വയും ബുധനും നല്ല ഹീറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ. അപ്പോൾ റോഡ് നന്നാവുമെന്ന് വിചാരിക്കുന്നു. നോക്കി നോക്കാം. ഇനി മൊത്തം ഡ്രസ്സൊക്കെ പഴയ പോലെ നമ്മുടെ തൊപ്പിയും എല്ലാം ഇട്ട് തുടങ്ങി. 2 ഡ്രസ്സുകളും എല്ലാം ഫ്ലോറിഡയിൽ നിന്ന് വന്നിട്ട്. ഫ്ലോറിഡയിൽ ഇത് എന്ത് രസമായിരുന്നു അറിയാം. നല്ല ക്ലൈമറ്റും ഇതായിരുന്നു. ഇവിടെ തണുപ്പ് തുടങ്ങി. നമ്മൾ ഏകദേശം പകുതി എത്തുമ്പോഴേക്കും തണുപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇനി കാൻസസിലെത്തുമ്പോൾ അവിടെ മഞ്ഞിൻ്റെ ഏരിയയാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നത്. സ്നോ ആവും, ഉറപ്പില്ല സ്നോ ആണോ. എല്ലാ ദിവസവും അവിടെ സ്നോ ഇല്ല, വല്ലപ്പോഴുള്ളൂ. ആമി എണ്ണീറ്റു. ആമി 2-3 ലെയർ ഡ്രസ്സുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. 2 ലെയർ. ആമി 2 ലെയർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിരിക്കുകയാണ്. എന്താ അപ്പൊ ഭക്ഷണം കഴിച്ചു വരട്ടെ. അപ്പം ശരി. താമസിക്കണ ഹോട്ടലിൻ്റെ വ്യൂ ആണിത്. ഇവിടുന്ന് റോഷേട്ടൻ 209 ഞങ്ങൾ 210 എവിടെ ഭക്ഷണ സ്ഥലം നോക്കണം. ആമി വാ. നമ്മൾ താമസിക്കണത് ക്വാളിറ്റി ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടലിലാണ് എടുത്തേക്കണേ. ഇവിടെ കുറേ ഉണ്ട്. സ്ലീപ്പ് ഇൻ അങ്ങനെ കുറേ ഹോട്ടലുകളുണ്ട്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വാ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, സ്ഥിരമുള്ള ബ്രേക്ക്ഫാസ്റ്റ് അറിയാലോ. കുറച്ചായിട്ട് എത്തിയ ഇതൊന്ന് കഴിച്ചു പോയിണ്ടാവും അല്ലേ? കഴിക്കാൻ സ്ഥിരമുള്ള തന്നെ നമ്മുടെ ബ്രെഡും
കോൺഫ്ലിക്സും വാഫിളും ഉണ്ട്. സാധനങ്ങൾ തന്നെ. ചായ ഉണ്ടാവാം, അവിടെ നിന്ന് കുടിക്കാം. വാഫിളുണ്ടാവും. അങ്ങനെ ആ റൂമിനോടും ഇട പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മൾ റെഡിയായി. ഇത് വണ്ടി എടുക്കാൻ പോവാണ്. തണുപ്പാണ്. ഇപ്പോൾ 7:56 7:45 ഇറങ്ങാമെന്ന് വിചാരിച്ചാണ്. 7:56. 3 പേരും കയറിയാ? സർക്കിൾ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് റൂമിക്ക് കടയാണ്. റെസ്റ്റ് റൂമിന് കയറാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനർജി ഡ്രിങ്ക് എടുത്തിട്ടുണ്ട്, ഡബിൾ ഷോട്ട് എനർജി. നിൽക്കുക 10 മിനിറ്റ് കണ്ടിട്ട് നിൽക്കാണ്. നമ്മള് അവിടെ ട്രെയിൻ കുറെ നിർത്തിയിട്ട് അപ്പം നമ്മൾ നേരെ മുകളിൽ കൂടെ കയറി. ഇതേ ട്രെയിൻ. എന്ത് പരിപാടിയാണ് ട്രെയിൻ നിർത്തിയിട്ടേക്ക്? 2 ട്രെയിൻ. അവരെന്താ സംസാരിച്ചിരിക്കുകയാണ്. 2 ആൾക്കാർ സംസാരിച്ചിരിക്കുകയാണ്. റോഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മളും പോകുന്നുണ്ട്. നമ്മളും പോയിട്ട് എന്തായാലും നമ്മളോടും വരാൻ പറഞ്ഞു. അപ്പം അവിടുന്ന് ലഞ്ച് കഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അടുത്തൊരു വാൾമാർട്ടിൽ നിർത്തിയേക്കാണ് വരുന്ന വഴിക്ക്. ഇനി ഇന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ട്. നമ്മളൊരു 12:30 ആവും മിക്കതും അവിടെ എത്തുമ്പോൾ ഉച്ചയ്ക്ക്. അപ്പോൾ ലഞ്ച് അവിടെ നിന്ന് കഴിച്ചിട്ട് ഒരു വിത്തിൻ 1 hour കൊണ്ട് യാത്ര തുടരാമെന്നാണ് വിചാരിച്ചത്. സമയം 8:25 ആയിട്ടാണ്. 8:25. നമ്മൾ ക്യാൻസസ് ടൈമിംഗ് ആയി. നമ്മൾ അത്യാവശ്യം ഓടിച്ചു. ഇവിടെ നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഓടിച്ച് അവിടുന്ന് റോഷേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് നേരെ ഓടിച്ച് ഇപ്പോൾ രാത്രി 8:25. ക്യാൻസസ് ടൈം ആയി. ഇപ്പോൾ 1 മണിക്കൂർ പിന്നിലായി. ഇപ്പോൾ 8:26. ഇപ്പോൾ 8:26 കാണാനല്ലേ. ഒരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. രാത്രിത്തെ ഡിന്നർ കഴിച്ചാൽ അപ്പോൾ തന്നെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹോട്ടൽ. അവിടെ പോയി കിടന്നുറങ്ങുക. നാളെയും കൂടി ഓടിച്ചാൽ നമ്മൾ ക്യാൻസസ് എത്തും. ഇന്ന് കുറേ ഓടിച്ചു. അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പ്രത്യേകിച്ചൊന്നുമില്ല. റോഡ് കാണല്ലേ ഉള്ളൂ. ഇപ്പോൾ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ഇപ്പോൾ 1 മണിക്കൂർ പിന്നിക്ക് പോയപ്പോൾ സന്തോഷമായി. ഇനിയിപ്പോൾ സമയമുണ്ട്. നിങ്ങൾ വരുമ്പോൾ 9:20 പെട്ടെന്ന് 1 മണിക്കൂർ ബാക്ക് അടിച്ചു. 8:26. പിന്നെ ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക. നാളെ വീണ്ടും വണ്ടി ഓടിക്കുക. നാളത്തോടെ നമ്മളെ 12 ദിവസത്തെ ടൂർ അവസാനിക്കുകയാണത്. നല്ല തണുപ്പായി തുടങ്ങിയിട്ടാണ്. ഇപ്പോൾ -2 ആണ്. ഇനി നമ്മൾ തണുപ്പിലേക്കാണ് കയറുന്ന ആൾ. എന്ത് ചൂടായിരുന്നു ഫ്ലോറിഡ അല്ലേ. ഒരു തണുപ്പ്. ഇനി കോട്ടൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുള്ളത് നാഷ്വില്ലാണ്. നമ്മൾ ഫസ്റ്റ് ദിവസം വന്നപ്പോൾ ഇവിടെ നാഷ്വില്ല് തന്നെയാണ് താമസിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് ദിവസം റൂം എടുത്തത് നാഷ്വില്ലാണ്. ഇനി ഇവിടുന്ന് ഒരു 9 to 10 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവൽ ഉണ്ട് നാളെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളെ കാൻസസിക്ക് മുമ്പോട്ട് 10 മണിക്കൂറുണ്ട്. റോഡ് ക്ലീൻ ആണെങ്കിൽ സ്നോ ഒക്കെ ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ് നല്ല സ്നോ ആയിരുന്നു റോഡിലൊക്കെ. അപ്പോൾ ബ്ലാക്ക് ഐസൊക്കെ നല്ല ഇഷ്യൂ ആണ്. സ്കിഡാവാൻ വേണ്ടി. അപ്പോൾ ഇല്ലയെന്ന് വിചാരിക്കണതൊക്കെ നോക്കണം നാളെ പോണ റോഡൊക്കെ എങ്ങനെയുണ്ടെന്ന്. അങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ. മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ സ്ഥിരം കിട്ടുന്ന സാധനങ്ങളൊക്കെ എത്തി. പിന്നെ നാച്ചോസ്, ഫ്രീഡ് നാച്ചോസും സൽസരിക്കുന്നുണ്ട്. ഓ വന്നേ ഫുഡ്, നമ്മുടെ ഫുഡ് അത്. ഗുഡ് മോർണിംഗ്. അപ്പം
അന്ന് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനി 10 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കാൻസസിലെത്തണം. ഏകദേശം 5:50 നമുക്ക് ഇറങ്ങാറായി. ഇപ്പം ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കണില്ല. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങാറ്. അപ്പോൾ പോണ വഴിക്ക് ഇവിടെ നിന്ന് കഴിക്കുന്നത് സമയം കളയണ്ട, 10 മണിക്കൂർ ഓടിക്കാല്ലേ. ഇപ്പോൾ ഓടിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എത്തുള്ളൂ. ഇനി അതും പറയാൻ പറ്റില്ല, അവിടുത്തെ എന്താ റോഡ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റില്ല. 3 ദിവസം മുമ്പ് അവിടെ സ്നോ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഇന്നലെ ഇന്ന് പോയിട്ട് സ്നോ ഒക്കെ റോഡിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുന്നു. കാരണം ഏറ്റവും ഡേഞ്ചർ ഈ ബ്ലാക്ക് ഐസാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്കിഡ് ആവണ പ്രശ്നമാണ്. അപ്പോൾ നോക്കി നോക്കാം. മിസോറി കാൻസസ് ആണ്, നമുക്ക് I-70 ഈ പ്രശ്നമുള്ളത്. നോക്കി നോക്കാൻ I-70 എന്ന് പറഞ്ഞുള്ള റോഡിൽ. അപ്പം നമ്മൾ ഇറങ്ങി. അതെ, ടൂർ അങ്ങനെ അവസാനിക്കുകയാണ് ഇന്ന് അല്ലേ? യെസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ. കാൻസസ് സിറ്റി കണ്ടു തുടങ്ങി. നമ്മൾ മിസോറി ഒക്കെ എത്താറായിട്ടുണ്ട്. I-70 റൂട്ടിൽ കയറിയേക്കാണ്. ഇവിടെയാണ് 2 ദിവസം 3 ദിവസം മുമ്പ് മഞ്ഞ് പെയ്ത സീനായിട്ടുള്ള റോഡുകളാണ് എന്ന് കേട്ടിരുന്നത്. അങ്ങനെ സമയം ഏകദേശം 12:45 ഞങ്ങൾ മിസോറി സ്റ്റേറ്റിൽ കടന്നു. ഇനി ഇവിടുന്ന് ഒരു 4-4.5 മണിക്കൂർ കൂടി ഉണ്ട് നമ്മുടെ സ്ഥലത്തേക്ക്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സെൻറ്റ് ലൂയിസ് ഒക്കെ കടന്നിട്ടുള്ള ഒരു ഏരിയയാണ്. ഇനി ഇത് സ്റ്റേറ്റ് കംപ്ലീറ്റ് നമ്മൾ ക്രോസ് ചെയ്യണം, എന്നാലാണ് കാൻസാസ് സിറ്റി എത്തുള്ളൂ. കാൻസാസ് സിറ്റി മിസോറിയുടെ ഒരു 1 എൻഡാണ്. സെൻറ്റ് ലൂയിസും സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. വേസ്റ്റ് കൊണ്ട് കളയാൻ പോണ രേഷ്മ. അങ്ങനെ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. ബാക്കി 4.5 മണിക്കൂറും കൂടി ഉണ്ട് നമുക്ക്. നല്ല തണുപ്പ്. മിക്കുട്ടി ഇറങ്ങി. കാസ ടക്കീലാണ് നമ്മൾ പോകണ. തണുക്കുന്നു. നല്ല തണുപ്പല്ലേ? എന്താ തണുപ്പ്? -5 കാണിക്കണല്ലോ. നാട്ടിൽ ന്യൂ ഇയർ ആയി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കയറിയേക്കാണ്. നമ്മൾ സെയിം മെക്സിക്കൻ ഫുഡുകൾ സെയിം എല്ലാ സ്ഥലത്തും കിട്ടുന്ന സെയിം ഫുഡൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്യണേ. നമ്മൾ കാൻസസ് സിറ്റി എത്തി. ഇനി വെറും 1 മണിക്കൂർ 51 മിനിറ്റാണ് വീട്ടിലേക്ക്. കാൻസസ് സിറ്റി ആണിത്. സൂര്യൻ അസ്തമിക്കാറായി. ടൊപ്പിക്ക ഇതാണ് നമ്മുടെ കാൻസസ് സിറ്റി, ഞങ്ങളുടെ സ്വന്തം സിറ്റി. ഞങ്ങൾ വരുന്ന ടൗൺ ഇതാണ് നമ്മുടെ അടുത്തുള്ള. ഈ വഴി വന്നിട്ടില്ല. വെറും 17 മിനിറ്റ് നമുക്ക് എത്താറായി. 6:51 അല്ല 6:34 6:51 കാണിക്കണേ. നമ്മൾ നമ്മുടെ മെനഹാട്ടം വഴിയിലേക്ക് തിരിഞ്ഞു. ഇപ്പം എത്തും. വെറും 17 മിനിറ്റ്. എന്താ ജസ്റ്റ് 11 മൈൽ 17 മിനിറ്റ്. ഇതേ നമ്മുടെ വീടെത്താറായി. ഈ സിഗ്നൽ കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലെത്തുകയാണ്. അങ്ങനെ നമ്മുടെ ടൂർ അവസാനിച്ചിരിക്കുന്നു. ഗ്രീൻ കളർ വന്നു. ഇതേ നമ്മൾ ടൂർ അവസാനിപ്പിക്കുകയാണ്. കാറ് കാണാനല്ലേ നിങ്ങൾക്ക്? ഈ കാറ് നല്ല ഭംഗി അലങ്കരിച്ചിരിക്കുന്ന കാറുകൾ. ന്യൂ ഇയർ സെലിബ്രേഷനാ തോന്നുന്നു. എന്താ അങ്ങനെ നമ്മുടെ ബിൽഡിംഗ് കണ്ടു തുടങ്ങി. നമ്മുടെ വഴിയിലിടാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറ്റിയില്ലെങ്കിൽ അങ്ങനെ നമ്മൾ നമ്മുടെ വീടെത്തി. എത്തി വീട്. എൻ്റെ വണ്ടി എവിടെ? ഏതാണ് കഷ്ടം? നമ്മുടെ വണ്ടി എവിടെ ഉണ്ട്? അവിടെ ഉണ്ട്. കേട്ടോളൂ, കുഴപ്പമില്ല. നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കാണ്. നമ്മൾ ഇവിടുന്ന് എടുത്തേ എയർപോർട്ടിലേക്ക് നമ്മൾ തിരിച്ചെത്തി. വണ്ടി തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 12 ദിവസം സഹിച്ച വണ്ടിക്ക് നന്ദി. വണ്ടി ഇരിക്കുന്നു. റോഷേട്ടൻ നേർന്ന് ഇറങ്ങണം വണ്ടിയിൽ നിന്ന്. ഇവിടെ ഡ്രോപ്പ് ബോക്സ് ഉണ്ട്. അപ്പോൾ താക്കോലയിൽ ഇട്ടാൽ മതി. നേരം വൈകുന്നു. ഇപ്പോൾ സമയം 7:49. ഇവിടെ 5 മണി വരെ നേരിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എയർപോർട്ടിലേക്ക് വന്നതാണ്. നമ്മൾ സ്ഥിരം ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് കയറാറ്, MHK എയർപോർട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലാണിത്. നമുക്ക് വണ്ടി റെൻ്റ് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ രാത്രി തന്നെ ഇന്ന് വന്നപ്പോൾ തന്നെ ഇടാമെന്ന് വിചാരിച്ചു, തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ആ വണ്ടി ഓടിച്ചിട്ട് ഈ വണ്ടിയിൽ ഓടിക്കുമ്പോഴേ എൻ്റെ അമ്മ ഒരു വ്യത്യാസം. വളരെ ചെറുതിയ വണ്ടി ഓടിച്ചിട്ട് എളുപ്പമല്ല. ഞാൻ ഏറില്ല, ഇതെന്ത് ഇത്ര അടിയിലെന്നൊക്കെ വിചാരിച്ചു നമ്മുടെ വണ്ടി. എൻ്റെ അമ്മ 10 ദിവസം കണ്ടിന്യൂസ് ഓടിച്ചിട്ടേ. ബൈ വണ്ടി.
താങ്ക് യു. നമ്മൾ നല്ല രീതിയിൽ എത്തിച്ചു. ഡ്രോപ്പ് ബോക്സ് അല്ലേ, അപ്പോൾ അവിടെ എന്തോ ഇട്ട് പോകാനാണ് പരിപാടി. ഫുൾ ടാങ്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട് വണ്ടി. വണ്ടിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരു മണിക്കൂർ പിടിച്ചു വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാം, ഇൻറ്റീരിയറൊക്കെ ഒന്ന്. ഞങ്ങളെന്നെ ക്ലീൻ ചെയ്തേ, എവിടെ കൊണ്ടുപോയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ട്രിപ്പ് അവസാനിച്ചു. അതായത് ഒരു താക്കോലും കൂടി ഇട്ടപ്പോൾ ഞങ്ങൾ ഫ്രീ ആയി.